നമസ്കാരം. ശങ്കരാടിയുടെ പാർട്ടി ക്ലാസ് കൊണ്ടൊന്നും ഫലമുണ്ടാകില്ല എന്ന സ്ഥിതിയിലേക്കാണ് CPMന്റെ പോക്ക്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് കിട്ടാതെ പോയ പരിഗണന മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കിട്ടുന്നതെങ്ങനെ എന്ന് ജനം ചോദിച്ചാൽ എന്തു പറയണം എന്ന ചോദ്യത്തിന് പാർട്ടി അണികളോട് വിശദീകരണം നൽകാനൊരുങ്ങുകയാണ്. കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിന്റെ ഇടപാടെന്താണ്? മാസപ്പടി വെറും മാധ്യമ സൃഷ്ടിയാണോ? വർഷം ഒന്നാകാറായിട്ടും കമ്പനി ഉടമയായ വീണ വിജയൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വിവാദത്തിന്റെ യഥാർത്ഥ വശം വ്യക്തമാക്കാത്തത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തടയാൻ എന്തിനാണ് വീണ വിജയൻ കോടതിയെ സമീപിച്ചത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പാർട്ടി കേഡറുകളുടെ മനസ്സിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആഞ്ഞടിക്കാനിടയുള്ള എക്സാലോജിക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സജ്ജമാക്കുക എന്ന ദൗത്യത്തിനാണ് ഇപ്പോൾ CPM ഒരുമ്പെടുന്നത്. ശില്പശാലയിൽ ഉയർന്ന ചോദ്യങ്ങളെ കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നും കണക്കിൽ മാത്രമാണ് തർക്കമെന്നും പറഞ്ഞാണ് ചർച്ചകളിൽ നേതാക്കൾ തടിയൂരുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾക്ക് വരെ ശില്പശാലകളിൽ ഇടമുണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് വീണ വിജയന് മാത്രം ഇത്ര പരിഗണന എന്ന ചോദ്യം പ്രതിനിധികളിൽ പലരും ഉന്നയിക്കുന്നുമുണ്ട്. കോടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാദത്തിൽ വീണ വിജയന് കിട്ടുന്നത് എങ്ങനെ എന്ന് ജനം ചോദിച്ചാൽ എന്തു പറയണം? കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിന്റെ ഇടപാട് എന്താണ്? ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണ വിജയനെതിരെ ഒടുവിലത്തെ SFIO അന്വേഷണത്തിന്റെ സാങ്കേതികത എങ്ങനെ വിശദീകരിക്കണം എന്നൊന്നും അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന പ്രവർത്തകർ ശില്പശാല കഴിഞ്ഞിട്ടും കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശില്പശാലയിൽ സംസാരിക്കുമ്പോൾ ചോദ്യം ഉയരും മുമ്പേ വിവാദം വിശദീകരിച്ചാണ് തുടങ്ങുന്നത്. എല്ലാം രാഷ്ട്രീയ പ്രേരിതം, മാസപ്പടി എന്ന വാക്ക് മാധ്യമ സൃഷ്ടി, എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ ഇടപാടിൽ ആദായ നികുതി കണക്കുകളിൽ മാത്രമാണ് തർക്കമെന്ന സാങ്കേതികതയിൽ ഊന്നിയാണ് വിശദീകരണം അത്രയും. വീണയ്ക്കെതിരായ അന്വേഷണം മുറുകുകയും പാർട്ടി അനുഭാവികൾക്കിടയിൽ തന്നെ സംശയങ്ങൾ ഉയരുകയും ചെയ്യുമ്പോഴാണ് വിശദീകരണവുമായി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. മയക്കുമരുന്ന് ഇടപാട് സംബന്ധിച്ച കേസിൽ പാർട്ടി ഇടപെടലിന് പരിമിതിയുണ്ടെന്നും അതാണ് കോടിയേരിയുടെ മക്കൾക്കെതിരായ കേസിൽ സംഭവിച്ചതെന്നുമാണ് നേതാക്കളുടെ ഭാഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചാരണ പരിപാടികളാണ് CPM ലക്ഷ്യമിടുന്നത്. 30,000 പേരടങ്ങുന്ന പാർട്ടി കേഡറുകളെ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമാക്കി കഴിഞ്ഞു. ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തിയാണ് പരിശീലനം നൽകിയത്. എന്തൊക്കെ വിഷയങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം, വിവാദ വിഷയങ്ങളിൽ എങ്ങനെ സർക്കാർ അനുകൂല പ്രതിരോധമൊരുക്കാം തുടങ്ങി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരാവുന്ന വിഷയങ്ങളിൽ വിശദമായ ചർച്ചകളാണ് ശില്പശാലകളിൽ നടക്കുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും ജനങ്ങളെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന നിലയിലേക്കാണ് അനുദിനം വീണ വിജയൻ ഉൾപ്പെട്ട വിവാദം പുരോഗമിക്കുന്നത്. അറസ്റ്റ് അധികാരം കൂടിയുള്ള SFIO ഏജൻസി വീണ വിജയനെ അടുത്തു തന്നെ വിളിപ്പിക്കും എന്നിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതിനെ എങ്ങനെ നേരിടണമെന്ന് നേതൃത്വം തലപുകയ്ക്കുമ്പോൾ അണികൾക്ക് കിളി പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.